ഒന്നാമത്തെ ക്വസ്റ്റ്യൻ എന്താ? ഉമ്മ ജുനൈദിനെ പറഞ്ഞേൽപ്പിച്ചത് എന്താണ്? പള്ളിയിൽ നിന്ന് തിരിച്ചു വരുമ്പോൾ കുടുംബ വീടുകളിൽ കയറണമെന്നാണ് ഉമ്മ ജുനൈദിനെ പറഞ്ഞേൽപ്പിച്ചത്. നോട്ട് എഴുതിയവർ എത്ര പേരുണ്ട്? ലാസ്റ്റ് പാഠത്തിന്റെ ക്വസ്റ്റ്യൻ ആൻസർ മിസ് സെൻഡ് ചെയ്തത് എഴുതിയോ ഇല്ലയോ? എഴുതിയോ മക്കളെ? ആസിദ് സഫ ഓർമ്മയുണ്ടോ? എഴുതിയോ? 14 പാഠം 15 16 എഴുതില്ല. പിന്നെ എപ്പോ എഴുതാനാണിത്? 15 16 കിട്ടിയില്ലേ മോക്ക്? കിട്ടി. അപ്പൊ അത് എഴുതിയെടുക്കണേ, നോട്ടിലേക്ക് എഴുതണേ. ഓക്കെ, ഇന്ന് എഴുതും. അപ്പൊ ഒന്ന് ഞാൻ പറയാ, ഇന്ന് ക്ലാസ് പറഞ്ഞിട്ടുണ്ടായിരുന്നില്ല ക്വസ്റ്റ്യൻ ആൻസർ, അതുകൊണ്ട് ഒന്ന് പറയാം, ജസ്റ്റ് ഒന്ന് വേഗം പറയും. അപ്പൊ പള്ളിയിൽ നിന്ന് തിരിച്ചു വരുമ്പോൾ കുടുംബ വീടുകളിൽ കയറണമെന്നാണ് ഉമ്മ ജുനൈദിനെ പറഞ്ഞേൽപ്പിച്ചത്. ഒന്നാമത്തെ ക്വസ്റ്റ്യന്റെ ആൻസർ അതാണ്. രണ്ടാമത്തത്, പെരുന്നാൾ എന്തിന്റെ ദിനമാണ്? എന്തിന്റെ ദിനമാണ് പെരുന്നാൾ? ഇപ്പൊ നിങ്ങൾക്ക് നോമ്പല്ലേ? എന്തിനാ പെരുന്നാൾ ആഘോഷിക്കുന്നത്? സന്തോഷത്തിന്റെ സുദിനമാണ് പെരുന്നാൾ അല്ലെ? സന്തോഷത്തിന്റെ സുദിനമാണ് പെരുന്നാൾ. പിന്നെ അടുത്ത എന്താ? മൂന്നാമത്തെ ക്വസ്റ്റ്യൻ, നബി തിരുമേനി പറഞ്ഞിട്ടുള്ളത് എന്താണ്? പെരുന്നാൾ ദിവസം എല്ലാവരും സന്തോഷിക്കണമെന്നാണ് നബി തിരുമേനി പറഞ്ഞിട്ടുള്ളത് അല്ലേ? അടുത്ത നാലാമത്തെ ക്വസ്റ്റ്യൻ എന്താ? എന്തിനാണ് നോമ്പ് അനുഷ്ഠിക്കുന്നത്? ഓർമ്മയുണ്ടോ ആർക്കെങ്കിലും ആ പാഠഭാഗം? എന്തിനാണ്? എന്തിനാണ്? നോമ്പിന് കുറെ ഗുണങ്ങളുണ്ട്. എന്തൊക്കെയാ? വിശപ്പറിയുക എന്നതാണ് ഒരു ഗുണം അല്ലെ? നിങ്ങൾ നോമ്പെടുക്കുമ്പോ വിശപ്പറിയില്ലേ? അതാണ് ഒരു ഗുണം. ഇനി അഞ്ചാമത്തെ ക്വസ്റ്റ്യൻ എന്താ? നാം നല്ല മനുഷ്യനായി തീരുന്നത് എപ്പോഴാ? വിശക്കുന്നവരെ സഹായിക്കുമ്പോഴാണ് നാം നല്ല മനുഷ്യരായി തീരുന്നത്. അടുത്ത എന്താ? ആറാമത്തത്, എന്താണ് ത്യാഗം? എന്താണ്? എന്ത് കാര്യവും നമുക്ക് ആവശ്യമുണ്ടായിരിക്കെ അത് മറ്റുള്ളവർക്ക് നൽകി സഹായിക്കുന്നതാണ് ത്യാഗം അല്ലെ? നമുക്ക് ആവശ്യമില്ലാത്ത സാധനം വേസ്റ്റ് എടുത്ത് കൊടുക്കുന്നതല്ല, നമുക്ക് ആവശ്യമുണ്ടായിരിക്കെ മറ്റുള്ളവരെ സഹായിക്കുന്നതാണ് ത്യാഗം. അടുത്ത എന്താ? നിലവിളി കേട്ട വീട്ടിൽ നിന്നും തിരിച്ചു വന്ന ഗൃഹനാഥൻ പറഞ്ഞത് എന്താണ്? ഈ ഭക്ഷണത്തിന് നമ്മളെക്കാൾ ആവശ്യക്കാർ അടുത്ത വീട്ടുകാരാണ് എന്നാണ് നിലവിളി കേട്ട വീട്ടിൽ നിന്ന് തിരിച്ചു വന്ന ഗൃഹനാഥൻ പറഞ്ഞത്. ലാസ്റ്റ് ക്വസ്റ്റ്യൻ എട്ടാമത്തത്, ഓരോ വീട്ടുകാരും ഭക്ഷണം കഴിക്കാനിരുന്നപ്പോൾ അടുത്ത വീട്ടിൽ നിന്ന് ലാസ്റ്റ് ക്വസ്റ്റ്യന്റെ ആൻസർ, ഭക്ഷണം ഒന്നാമത്തെ വീട്ടിൽ തിരിച്ചെത്തിയത് എങ്ങനെ? അതിന്റെ ആൻസറാ പറയുന്നേ. ഓരോ വീട്ടുകാരും ഭക്ഷണം കഴിക്കാനിരുന്നപ്പോൾ അടുത്ത വീട്ടിൽ നിന്നും ദീനരോധനം കേട്ടു. അവർ അത് അടുത്ത വീട്ടുകാർക്ക് കൈമാറി. അങ്ങനെ ഭക്ഷണം ആദ്യ വീട്ടിൽ തിരിച്ചെത്തി അല്ലെ? ഓരോ വീട്ടിൽ നിന്നും ദീനരോധനം കേട്ടു, അങ്ങനെ മാറി മാറി അത് ആദ്യത്തെ വീട്ടിൽ തന്നെ തിരിച്ചെത്തി. അതാണ് നമ്മൾ പഠിച്ചത്. ആർക്കും പാഠഭാഗം ഒന്നും ഓർമ്മയില്ലാന്ന് തോന്നുന്നു അല്ലെ? അന്ന് അവിടെ മലയാളം വെച്ചാന്ന് തോന്നുന്നു, ആരും എടുക്കാറില്ല എന്നാ തോന്നുന്നത്. മൂന്നാമത്തെ ആക്ടിവിറ്റിയിൽ മൂന്നാമത്തത് എതിർപദങ്ങൾ കണ്ടെത്തുക. ടെക്സ്റ്റിൽ എഴുതണ എല്ലാവരും. സുഗന്ധം. എന്താണ് എതിർപദം? സുഗന്ധം. എന്താണ് സുഗന്ധത്തിന്റെ ഓപ്പോസിറ്റ് വേർഡ് മക്കളെ? മണം. നല്ല മണല്ലേ സുഗന്ധം. അപ്പൊ എന്താണ് മോശം മണത്തിന് എന്താ പറയുക? എന്ത് മണം? സുഗന്ധം. ഓപ്പോസിറ്റ് വേർഡാണ് പറയുന്നത്, വിപരീത പദം, എതിർപദം. എന്താണ് മക്കളെ? അറിയില്ല ആർക്കും? ദുർഗന്ധം. എന്താണ്? ദുർഗന്ധം. എഴുതിക്കോ. ദുർഗന്ധം. എഴുതു, ടെക്സ്റ്റിൽ എഴുതു. ദുർഗന്ധം. ദുർഗന്ധം എഴുതാൻ അറിയോ? എഴുതി. ഓക്കെ, തെറ്റിക്കാതെ എഴുതിയോ?
ദുർഗന്ധം. ഓക്കെ, സുഗന്ധത്തിന്റെ ഓപ്പോസിറ്റ് കണ്ടോ, അതിന്റെ നേരെ ഡേഷ് ഇട്ടിട്ട് കണ്ടോ, അവിടെയാണ് എഴുതേണ്ടത് ദുർഗന്ധം. സുഗന്ധം, ദുർഗന്ധം. നെക്സ്റ്റ് എന്താ? സുദിനം. സുദിനം, അതിന്റെ ഓപ്പോസിറ്റ് വേർഡ് എന്താ അറിയോ ആർക്കെങ്കിലും? സുദിനം എന്ന് പറഞ്ഞാൽ നല്ല ദിവസം. ദുർദിനം, മോശം ദിനം. ദിനം എന്ന് പറഞ്ഞാൽ അറിയില്ലേ? അറിയോ മക്കളെ ആർക്കെങ്കിലും? ദുർദിനം എഴുതിയോ തെറ്റിക്കാതെ? ദുർദിനം നോക്കിയിരിക്കോ, തെറ്റിക്കരുത് അറിയാത്തവര്. അടുത്തെന്താ? ദുർഗമം ഉണ്ട് അല്ലേ? അപ്പൊ അതിന്റെ ഏതാണ് അതിന്റെ ഓപ്പോസിറ്റ് വേർഡ്? സുഗമം. ഓക്കെ, സുഗമം. സുഗമം. അപ്പൊ അത് ഫസ്റ്റ് ആ ഡേഷ് ഇട്ടുണ്ടോ, അവിടെയാണ് എഴുതേണ്ടത്. സുദിനത്തിന്റെ നേരെ താഴെ സുഗമം. സുഗമം. ഓക്കെ, സുഗമം. അടുത്ത എന്താണ്? ദുർലഭം എന്നുള്ളത് അല്ലെ? എന്താണ്? സുലഭം. അപ്പൊ സുലഭം എന്ന് എഴുതണം അവിടെ. കംപ്ലീറ്റ് ചെയ്യണേ മക്കളെ. ജെവിൻ എഴുതുന്നില്ലേ മോനെ? ഫിനിഷ്. സുലഭം. അപ്പൊ എന്തൊക്കെയാ നമ്മൾ എഴുതിയത്? സുഗന്ധം, എന്താണ്? ദുർഗന്ധം. സുദിനം, ദുർദിനം. സുഗമം, ദുർഗമം. സുലഭം, ദുർലഭം. അല്ലെ? അത്രയും കംപ്ലീറ്റ് ചെയ്യാം. ഓക്കെ, അടുത്ത നാലാമത്തെ ആക്ടിവിറ്റി ആണ്. അത് ഫിനിഷ് ആണോ എല്ലാവർക്കും? യെസ്. ഓക്കെ, അപ്പൊ ഇത് ഞാൻ ക്ലിയർ ചെയ്യുന്നേ. അടുത്ത നാലാമത്തത് ചേരുംപടി ചേർക്കുക. കണ്ടോ? ചേരുംപടി ചേർക്കുക. തല കുമ്പിടുക. എന്താണ്? എപ്പോഴാണ് നമ്മൾ തല കുമ്പിട്ട് നോക്കുക? ഏതായാലും മാച്ച് ആവുക? വരച്ച് നല്ല വൃത്തിക്ക് കൈകൊണ്ട് വരച്ചോ കേട്ടോ. ദുഃഖം. ദുഃഖം എന്നുള്ളതിന് നേരെ വരക്കും. അതായത് 1 2 3 4 നാലാമത്തേന് നേരെ നല്ല സ്കെയിൽ വെച്ച് വെച്ചേ. തല കുമ്പിടുക, ദുഃഖം. അടുത്ത കണ്ണുരുട്ടുക. എപ്പോഴാ കണ്ണുരുട്ടുക? ദേഷ്യം വരുമ്പോ അല്ലെ? ദേഷ്യം. അടുത്തത് കൈ കൂപ്പുക. കൈ കൂപ്പുക വിനയം അല്ലെ? വിനയത്തെ കാണിക്കുന്ന. നെക്സ്റ്റ് നഖം കടിക്കുക. നഖം കടിക്കുന്നപ്പോ നാണം വരുമ്പോ. ചെവി കൂർപ്പിക്കുക, ശ്രദ്ധ. അത്രയും കാര്യങ്ങളാണ് പൂരിപ്പിക്കേണ്ടത്. ശ്രദ്ധയ്ക്ക് നേരെ. അത് എത്രാമത്തെയാ? കണ്ണുരുട്ടുക, ദേഷ്യം ലാസ്റ്റ് വണ്ണാണ്, റൈറ്റ് സൈഡിലെ ലാസ്റ്റ്. കൈ കൂപ്പുക, വിനയം ഫസ്റ്റ് മേലെയുള്ളത്. നഖം കടിക്കുക, നാണം, അതായത് 1 2 3 മൂന്നാമത് വരുന്നത്. ചെവി കൂർപ്പിക്കുക, ശ്രദ്ധ അല്ലെ? ശ്രദ്ധയോടെ കേൾക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ചെവി കൂർപ്പിച്ച് ശ്രദ്ധിച്ച് നിൽക്കും അല്ലെ? അപ്പൊ ശ്രദ്ധ, അതായത് രണ്ടാമത്തെ. മാച്ച് ചെയ്തോ എല്ലാവരും? അപ്പൊ എന്തൊക്കെയാണ്? തല കുമ്പിടുക, ദുഃഖം. കണ്ണുരുട്ടുക, ദേഷ്യം. കൈ കൂപ്പുക, വിനയം. നഖം കടിക്കുക, നാണം. ചെവി കൂർപ്പിക്കുക, ശ്രദ്ധ. ഓക്കെ, അപ്പൊ ഇനി അടുത്തത് അഞ്ചാമത്തെ ആക്ടിവിറ്റീസ് ആണ്. എന്താണ്? മാതൃക പോലെ നാഥൻ ചേർത്ത് എഴുതുക. അവിടെ ഒന്ന് നമുക്ക് എക്സാമ്പിൾ തന്നിട്ടുണ്ട്, ഗൃഹനാഥൻ അല്ലെ? ഇനി എന്തായിരുന്നു തരം? അടുത്തത് ലോകനാഥൻ. ലോകനാഥൻ. അതിന്റെ താഴത്തത് കുടുംബനാഥൻ. നാഥൻ ഗൃഹനാഥൻ എഴുതിയിട്ടത്
അത് നോക്കി എഴുതണം. ഞാൻ മൊത്തം എഴുതി. എഴുതിയോ? ഓക്കെ, ഗുഡ്. നെക്സ്റ്റ് ഗുരുനാഥൻ, പ്രാണനാഥൻ. അത്രയാണ് അത് കംപ്ലീറ്റ് ചെയ്യേണ്ടത്. ഒന്നാമത് ലോകനാഥൻ, 2 ഗുരുനാഥൻ അല്ല കുടുംബനാഥൻ, 3 ഗുരുനാഥൻ, 5 പ്രാണനാഥൻ. എഴുതിയ മക്കളെ? ലോകനാഥൻ, കുടുംബനാഥൻ, ഗുരുനാഥൻ, പ്രാണനാഥൻ. നാഥനില് കണ്ടോ ഗൃഹനാഥന്റെ കൂടെ ഉള്ളത്? അതന്നെ നിങ്ങൾ അവിടെ ഉള്ളതും കൂടെ ചേർത്ത് എഴുതിയാൽ മതി. എഴുതി കഴിഞ്ഞോ? ഓക്കെ. ഇപ്പൊ ലോകനാഥൻ, കുടുംബനാഥൻ, ഗുരുനാഥൻ, പ്രാണനാഥൻ അത്ര എഴുതി കഴിഞ്ഞാല് അടുത്തത് എന്താണ്? ഓരോ പദത്തിന്റെ, അതായത് 6ാമത്തെ ആക്ടിവിറ്റി, അടുത്ത പേജാണ് 75. ശ്രദ്ധിക്കുക. ഓരോ പദത്തിന്റെയും സമാന പദങ്ങൾ ബോക്സിൽ നിന്നും കണ്ടെത്തി എഴുതുക. അല്ലേ? കഴിഞ്ഞില്ലേ ആസിയ? എഴുതിക്കോ. ആവണിക്ക് കഴിഞ്ഞു മോളെ? ഓ, എന്നാ അടുത്തത് എഴുതേ. അടുത്ത എന്തൊക്കെയാണ്? ആഹാരം. ആഹാരത്തിന്റെ ഏതാണ് സമാന പദങ്ങള്? ഓക്കെ, ഭക്ഷണം, ഭോജനം. 2 എണ്ണം ഉണ്ട്. ഭക്ഷണം, ഭോജനം. അതെടുത്ത് എഴുതണേ. അതിന് എന്തെങ്കിലും നിങ്ങൾ ടിക്ക് ഇടുകയോ ഒന്നും ചെയ്യേണ്ടത്, അല്ലെങ്കിൽ അവിടത്തേക്ക് വരക്കോ. ആഹാരം, ഭക്ഷണം, ഭോജനം എടുത്ത് എഴുതിക്കോ. നേരെ മിസ്, ആഹാരത്തിന്റെ നേരെ ഭക്ഷണം എഴുതിയിട്ട് അതിന്റെ താഴെയായിട്ട് ഭോജനം എഴുതിയ പോരെ? ഭോജനം അതിന്റെ താഴെ എഴുതിയ മുഖത്തിന് നേരെ ആവൂലടാ. അപ്പൊ ആഹാരത്തിന് ഇപ്പറ ഇതാ സ്ഥലം, 2 ബോക്സും കഴിഞ്ഞിട്ട് കണ്ടോ സ്ഥലം, അവിടെ എഴുതിക്കോ. ഭക്ഷണം, ആഹാരം അല്ല ഭക്ഷണം, ഭോജനം, അത് 2 എഴുതാൻ പറ്റും. ഭക്ഷണം എഴുതുക, കോമ ഇടുക, എന്നിട്ട് ഭോജനം എഴുതുക. ഓക്കെ. അടുത്തത് മുഖമാണ്. മുഖത്തിന്റെ എന്തൊക്കെയാണ് അർത്ഥങ്ങള്, സമാന പദങ്ങള്? മിസ് ആദ്യത്തെ പറഞ്ഞോ, കോള് വന്നിനി. ആഹാരം, ആഹാരത്തിൻ്റെത് ഭക്ഷണം, ഭോജനം. കണ്ടോ? ഒന്നാമത്തേല് ഏതാണ് ഭക്ഷണം? 2ാമതുള്ളത്, 1ാമത്തെ ബോക്സിലുള്ള 2ാമത്തത്. അടുത്തത് ഗൃഹം, ആഹ്ലാദം, ഭോജനം. 3ാമത്തത് ഭോജനം. അത് 2ഉം എടുത്ത് ആഹാരത്തിന് നേരെ എഴുതണം. എഴുതിയോ? അടുത്തത് മുഖം. മുഖത്തിന്റെ എന്താണ് സമാന പദങ്ങള്? എന്തൊക്കെയാണ് സെൽന? ആനന്ദം, അസ്യം. ഏതൊക്കെ? ആനന്ദം, അസ്യം. ആനന്ദമാണോ മുഖത്തിൻ്റെത്? സന്തോഷത്തിന്റെ അല്ലേ ആനന്ദം? വദനം, വദനല്ലേ മുഖം? ആദ്യത്തെ ബോക്സില് വദനം, മുഖത്തിൻ്റെത് വദനം. 2ാമത്തേല് ആസ്യം, വദനം, ആസ്യം. കേട്ടോ? ആനന്ദം സന്തോഷത്തിന്റെ പര്യായമല്ലേ? അപ്പൊ മുഖം, വദനം, ആസ്യം. അടുത്ത സന്തോഷം. സന്തോഷത്തിന്റെയോ? ആഹ്ലാദം, ആനന്ദം. ആനന്ദം, ആഹ്ലാദം. ആനന്ദം, ആഹ്ലാദം. ലാസ്റ്റ് വൺ വീട് അല്ലെ? വീട് എന്തൊക്കെയാണ് വീടിന്റെ? ഗൃഹം, ഗൃഹം. പിന്നെയോ ഇപ്പത്തെ ആദ്യത്തിൽ എന്താ? ആലയം, ആലയം, ഗൃഹം. ഓക്കെ. അപ്പൊ വീടിന്റെ സമാന പദങ്ങള് ആലയം, ഗൃഹം എഴുതണേ. അപ്പൊ ഒന്നുകൂടി മിസ് പറയാ. ആഹാരം, ഭക്ഷണം, ഭോജനം. മുഖം, വദനം, ആസ്യം. അടുത്ത സന്തോഷം, ആനന്ദം, ആഹ്ലാദം. വീട്, ആലയം, ഗൃഹം എന്നിങ്ങനെയാണ് നമുക്ക് എഴുതേണ്ടത് അല്ലെ? അത് കംപ്ലീറ്റ് ആയോ?
ആർക്കൊക്കെ ഇനി എഴുതാനുള്ളത്? മിസ് കംപ്ലീറ്റ് ആയി. തെറ്റിക്കാതെ എഴുതണേ. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടോ ചോദിക്കണം. അപ്പൊ അടുത്ത എന്താണ് നമുക്ക് എഴുതേണ്ടത് നോക്കിയേ. മാതൃക പോലെ എഴുതാം. മാതൃക അവിടെ തന്നിട്ടുണ്ട്. ഭക്ഷണം കഴിച്ചിട്ടുണ്ട്. എങ്ങനെ എഴുതേണ്ടത്? ഭക്ഷണം കഴിച്ചിട്ടുണ്ടായിരുന്നു. അപ്പൊ അടുത്തത് വസ്ത്രങ്ങൾ അണിഞ്ഞിട്ടുണ്ട്. എങ്ങനെ എഴുതേണ്ടത്? അണിഞ്ഞിട്ടുണ്ടായിരുന്നു. ഓക്കെ, കറക്റ്റ്. വസ്ത്രങ്ങൾ അണിഞ്ഞിട്ടുണ്ടായിരുന്നു. എഴുതിക്കോ. വസ്ത്രങ്ങൾ അണിഞ്ഞിട്ടുണ്ടായിരുന്നു. എഴുതാൻ അറിയാലോ. മേലത്തെ നോക്കി അണിഞ്ഞി ഇഞ്ഞായിട്ട് വെള്ളയിട്ടിട്ട് ഉണ്ടായിരുന്നു. മുകളിലത്തെ നോക്കി എഴുതണേ, തെറ്റിക്കാതെ. വസ്ത്രങ്ങൾ അണിഞ്ഞിട്ടുണ്ടായിരുന്നു. വസ്ത്രങ്ങൾ അണിഞ്ഞിട്ടുണ്ടായിരുന്നു. ഇനി അടുത്ത എന്താ? തൊപ്പി വച്ചിട്ടുണ്ട്. എങ്ങനെ എഴുതുക? തൊപ്പി വെച്ചിട്ടുണ്ടായിരുന്നു. ഓക്കെ, തൊപ്പി വച്ചിട്ടുണ്ടായിരുന്നു അല്ലേ? തൊപ്പി വച്ചിട്ടുണ്ടായിരുന്നു. എഴുതിക്കോ, തെറ്റിക്കാതെ എഴുതണേ. അടുത്ത ലാസ്റ്റ് വൺ അതിലിട്ടത് സുഗന്ധം പൂശിയിട്ടുണ്ട്. എങ്ങനെ എഴുതണ്ടേ? സുഗന്ധം പൂശിയിട്ടുണ്ടായിരുന്നു. സുഗന്ധം പൂശിയിട്ടുണ്ടായിരുന്നു. എഴുതിയോ? സുഗന്ധം പൂശിയിട്ടുണ്ടായിരുന്നു. കഴിഞ്ഞോ മക്കളെ? ജെവിൻ എഴുതിക്കോ. ജെവിൻ എഴുതുന്നത്രയാ മോനെ? എഴുതിയില്ലേ? എഴുതാതിരിക്കുന്നില്ലല്ലോ ആരും? ഓക്കെ. എന്നാ എട്ടാമത്തത് ആശംസാവാക്യങ്ങൾ കണ്ടെത്തുക. എന്താണ് ആശംസാവാക്യങ്ങള്? പെരുന്നാൾ ദിനത്തിൽ ജുനൈദ് ഈദ് മുബാറക്ക് ആശംസിച്ചത് കണ്ടില്ലേ അല്ലെ? ആരെ ആദ്യം കാണുമ്പോ ഈദ് മുബാറക്ക് പറഞ്ഞു അല്ലെ ജുനൈദ്? ഇതുപോലെ മറ്റു വിശേഷ സന്ദർഭങ്ങളിൽ പറയാവുന്ന ആശംസാവാക്യങ്ങൾ അന്വേഷിച്ച് കണ്ടെത്തുക. ഏതൊക്കെയാണ്? ഇപ്പൊ ക്രിസ്മസിനാണെങ്കിൽ നിങ്ങൾ എന്താ പറയുക? ഹാപ്പി ക്രിസ്മസ്. ഹാപ്പി ക്രിസ്മസ് അല്ലെങ്കിൽ ക്രിസ്മസ് ആശംസകൾ എന്ന് പറയും അല്ലെ? ക്രിസ്മസ് ആശംസകൾ. ഓക്കെ. പെരുന്നാളിന്. ഓണത്തിനാണെങ്കിലോ? ഹാപ്പി ഓണം. ഓണാശംസകൾ എന്ന് പറയും അല്ലെ? ഓണാശംസ. അടുത്ത ന്യൂ ഇയറിനാണെങ്കിൽ എന്താ പറയുക? ഹാപ്പി ന്യൂ ഇയർ. അതായത് പുതുവർഷ ആശംസകൾ. മലയാളത്തിലാകുമ്പോ എന്ത് പറയും? പുതുവർഷ ആശംസകൾ. എങ്ങനെ ഏഞ്ചൽ എന്താ പറഞ്ഞേ? ഹാപ്പി ബർത്ത്ഡേ. ബർത്ത്ഡേക്ക് എന്താ പറയണ്ടേ? ജന്മദിനാശംസകൾ അല്ലെങ്കിൽ പിറന്നാൾ ആശംസകൾ അല്ലെ? അപ്പൊ അതുപോലെ ആശംസാവാക്യങ്ങൾ പറയാം. അപ്പൊ ഈദിന് എന്ത് പറഞ്ഞു? ഈദ് മുബാറക്ക് പറഞ്ഞു. ക്രിസ്മസിനാകുമ്പോ ക്രിസ്മസ് ആശംസകൾ എന്ന് പറയണം. പുതുവർഷത്തിന് പുതുവർഷ ആശംസകൾ, ഓണത്തിന് ഓണാശംസകൾ, ജന്മദിനത്തിന് ജന്മദിനാശംസകൾ എന്നും പറയാം അല്ലെ? അപ്പൊ ഇതാണ് ആശംസാവാക്യങ്ങൾ അല്ലെ? നെക്സ്റ്റ് കഥ. അടുത്ത ലാസ്റ്റ് വർക്ക് എന്താണെന്ന് കണ്ടു നിങ്ങള്? നമ്മുടെ ഈ വർഷത്തെ പാഠഭാഗം എല്ലാം കഴിഞ്ഞു. ഇനി ലാസ്റ്റ് ഒരു കഥ പറയാറുണ്ട് അല്ലെ? നമുക്കൊന്ന് നോക്കിയാലോ? കഥ പറഞ്ഞു കേൾക്കാം. എന്താണ് കഥയുടെ തീം? നമ്മൾ പഠിച്ചാണ് ത്യാഗം അല്ലെ?
നമുക്ക് ഏത് കാര്യവും നമുക്ക് ആവശ്യമുണ്ടായിരിക്കെ അത് മറ്റുള്ളവർക്ക് ചെയ്യുന്നതാണ് ത്യാഗം. അല്ലേ? അല്ലേ ത്യാഗം? നമ്മൾ അങ്ങനല്ലേ പഠിച്ചത്? നമ്മുടെ ഈ പാഠഭാഗത്തിന് അങ്ങനെയാണ് നമ്മൾ പഠിച്ചത് അല്ലെ? ത്യാഗം നമുക്ക് ആവശ്യമില്ലാത്ത വേസ്റ്റ് എല്ലാവർക്കും കൊടുക്കേണ്ടത്, നമുക്ക് ആവശ്യമുള്ള സാധനം നമ്മൾ കൊടുക്കുന്നതാണ് ത്യാഗം. അപ്പോ അതിനെ ബേസ് ചെയ്ത് നമുക്കൊരു കഥ അല്ലെ? ത്യാഗത്തിന്റെ മഹത്വം വ്യക്തമാക്കുന്ന ഭാരതീയ പുരാണ കഥയാണ് സിബി മഹാരാജാവിൻ്റെത് അല്ലെ? അത് വായിച്ചിട്ട് നമുക്ക് ഇന്ന് ശ്രദ്ധിക്കാം അല്ലെ? നോക്കാം, നമുക്ക് നോക്കാഞ്ഞേ. ഇപ്പൊ കഥ എന്താന്ന് നോക്കാം. സ്വന്തം ജീവൻ തന്നെ ദാനമായി നൽകിയ സിബി ചക്രവർത്തിയുടെ കഥ അറിയാമോ നിങ്ങൾക്ക്? അറിയോ നിങ്ങൾക്ക്? സിബി മഹാരാജാവിന്റെ കഥ 5ാം ക്ലാസ്സിൽ പഠിക്കാനുണ്ട് കേട്ടോ. അപ്പൊ അത് നമുക്കൊന്ന് നോക്കാം. സിബി മഹാരാജാവ് വലിയ ദാനശീലനും നീതിമാനുമായിരുന്നു. അദ്ദേഹത്തെ പരീക്ഷിക്കാൻ ദേവേന്ദ്രനും അഗ്നി ഭഗവാനും തീരുമാനിച്ചു അല്ലെ? അവർ രണ്ടുപേരും കൂടെ സിബി മഹാരാജാവിനെ പരീക്ഷിക്കാൻ തീരുമാനിച്ചു. അദ്ദേഹം എങ്ങനെയുള്ള ആളായിരുന്നു സിബി മഹാരാജാവ്? ആദ്യത്തെ പാരഗ്രാഫിൽ അതല്ലേ വായിച്ചത്? ഇപ്പോ ആദ്യത്തെ ലൈൻ എന്തായിരുന്നു വായിച്ചത്? സിബി മഹാരാജാവ് വലിയ ദാനശീലനും. ദാനശീലൻ എന്ന് പറഞ്ഞ ആരാ? ആരാ ദാനശീലൻ? ദാനം നൽകുന്ന ആളല്ലേ? അല്ലേ? ദാനം എന്ന് പറഞ്ഞ എന്താണ്? പൈസയല്ല, എന്തെങ്കിലും എല്ലാവർക്കും കൊടുക്കുന്നത് അല്ലെ ദാനം. അപ്പൊ നീതിമാനുമായിരുന്നു അല്ലെ? നീതിക്ക് നിരക്കാത്തതൊന്നും അദ്ദേഹം ചെയ്യാറില്ല. അദ്ദേഹത്തെ പരീക്ഷിക്കാൻ ആരെ? ദേവേന്ദ്രനും അഗ്നി ഭഗവാനും തീരുമാനിച്ചു. ദേവേന്ദ്രനെ അറിയോ നിങ്ങൾക്ക്? ആരാ ദേവേന്ദ്രൻ? ഇന്ദ്രനെ അറിയോ? കേട്ടിട്ടുണ്ടോ? ഇല്ലേ? ദേവലോകത്തെ രാജാവാണ് ദേവേന്ദ്രൻ കേട്ടോ. അങ്ങനെ അറിയേ? അപ്പൊ അഗ്നി ഭഗവാനും തീരുമാനിച്ചു അല്ലെ? അവർ രണ്ടുപേരും കൂടെ തീരുമാനിച്ചു. ഒരു ദിവസം സിബി മഹാരാജാവിന്റെ മുന്നിലേക്ക് പേടിച്ചു വിറച്ച ഒരു പ്രാവ് പറന്നു വന്നു. തൊട്ട് പിന്നാലെ ഒരു പരുന്ത് അല്ലെ? എന്നിട്ട് എന്താ ചെയ്യുന്ന നോക്കാം നമുക്ക്. അടിയനെ രക്ഷിക്കണം, പ്രാവ് പറഞ്ഞു. പ്രാവിനെ വിട്ടുതരൂ, തടഞ്ഞു വെച്ച് കൊണ്ട് മരിക്കും. അത് അങ്ങയുടെ സത്പേരിന് കളങ്കമുണ്ടാക്കും. പരുന്ത് എതിർത്തു. എന്റെ പക്കൽ അഭയം തേടിയ ഈ കൊച്ചു ജീവിയെ ഞാൻ വിട്ടുതരില്ല. പകരം നീ പറയുന്നത് എന്തും വിട്ടുതരാൻ ഞാൻ ഒരുക്കമാണ്. സിബി പറഞ്ഞു. ഓഹോ, എന്തും തരാൻ തയ്യാറാണെങ്കിൽ അങ്ങയുടെ തുടയിൽ നിന്നും ഈ പ്രാവിന്റെ തൂക്കം മാംസം തന്നേക്കൂ അല്ലെ? എന്താ പറഞ്ഞത് പരുന്ത് പ്രാവിന്റെ പുറകെ വന്നു അല്ലെ? അതിനെ ഭക്ഷണമാക്കാൻ വേണ്ടിയായിരുന്നു വന്നത്. അപ്പൊ സിബി മഹാരാജാവ് അത് സമ്മതിച്ചില്ല അല്ലെ? തന്റെ പക്കലേക്ക് അഭയം തേടിയ പ്രാവിനെ ഞാൻ വിട്ടുതരില്ല എന്ന് ആര് തീർത്തു പറഞ്ഞു? സിബി മഹാരാജാവ് പറഞ്ഞു. അപ്പൊ എന്താ പരുന്ത് ആവശ്യപ്പെട്ടത്? ആ പ്രാവിന്റെ തൂക്കത്തില് നിങ്ങളുടെ കുടയിൽ നിന്നും മാംസം മുറിച്ചു തന്നേന്ന് പറഞ്ഞു പരുന്ത്. ഇത് കേട്ട് മഹാരാജാവ് ഒട്ടും കുടുങ്ങിയില്ല. അദ്ദേഹം പ്രാവിനെ ത്രാസിന്റെ ഒരു തട്ടിൽ ഇരുത്തിയിട്ട് തന്റെ തുടയിലെ മാംസം മുറിച്ച് മറ്റേ തട്ടിലിട്ടു. പക്ഷെ തുടയിലെ മാംസം മുഴുവൻ മുറിച്ച് ത്രാസിൽ വെച്ചിട്ടും പ്രാവിന്റെ തൂക്കത്തിന് സമമായില്ല അല്ലെ? എന്താ സംഭവിച്ചത്? തുടയിലെ മുഴുവൻ മാംസം മുറിച്ചു എന്നിട്ടും പ്രാവിന്റെ തൂക്കത്തിലാവുന്നില്ല അല്ലെ? ഒടുവിൽ സിബി മഹാരാജാവ് ഒരു കൂസലും കൂടാതെ ത്രാസിന്റെ തട്ടിൽ കയറി നിന്നു. എന്നെ മുഴുവൻ എടുത്തോണ്ട് വന്നിട്ട് ത്രാസിന്റെ തട്ടില് കയറി നിന്നു. അപ്പോഴേക്കും പരുന്തെങ്ങോ അപ്രത്യക്ഷമായി. രാജാവിന്റെ മുറിവുകളും മാറി. പ്രാവും പരുന്തും അവയുടെ ശരിയായ രൂപത്തിൽ വന്ന് സിബി മഹാരാജാവിനെ അനുഗ്രഹിച്ചു. ആരാ ശരിയായ രൂപം? ഇന്ദ്രനും അഗ്നി ഭഗവാനുമായിരുന്നു അത് അല്ലെ? അദ്ദേഹം സിബി മഹാരാജാവിനെ പരീക്ഷിക്കാൻ വേണ്ടിയായിരുന്നു വന്നത്. എന്താ പരീക്ഷിച്ചത്? അദ്ദേഹം വളരെ ദാനശീലനും നീതിമാനുമായിരുന്നു എന്നാണ് കേട്ടറിവ് അല്ലെ? അത് ശരിയാണോ എന്നറിയാനാണ് ഇവര് രണ്ടുപേരും കൂടെ. അപ്പൊ അതിൽ ആര് വിജയിച്ചു? സിബി മഹാരാജാവ് തന്നെ വിജയിച്ചു അല്ലെ? ആണ് ത്യാഗം. തന്നെ നൽകാൻ ആര് തയ്യാറായിരുന്നു? സിബി മഹാരാജാവ്. നമ്മളാണെങ്കിൽ കൊടുക്കും അങ്ങനെ അല്ലെ? നമുക്ക് വിഷമമുള്ള ഒരു കാര്യം നമ്മൾ ചെയ്യില്ല അല്ലെ? അപ്പൊ നമ്മൾ ത്യാഗം ചെയ്യുന്നവരല്ല എന്നാണ് അർത്ഥം അല്ലെ? ത്യാഗം എന്ന് പറഞ്ഞാൽ നമുക്ക് എന്തും ആവശ്യമുണ്ടായിരിക്കെ മറ്റുള്ളവർക്ക് അത് നമ്മൾ കൊടുക്കുന്നതാണ് ത്യാഗം. അപ്പൊ ത്യാഗം കഥ മനസ്സിലായോ? ഇത് സിബി മഹാരാജാവിന്റെ കഥ മനസ്സിലായി അല്ലേ?
ഇതാണ് നമ്മുടെ ലാസ്റ്റ് പാഠവും കൂടെ കഴിഞ്ഞു. അപ്പൊ നിങ്ങൾക്ക് ഇനി എന്താണ് നോട്ട് കംപ്ലീറ്റ് ചെയ്യാതെ എല്ലാ കുട്ടികളും നോട്ട് കംപ്ലീറ്റ് ചെയ്യണം. ആർക്കെങ്കിലും ക്വസ്റ്റ്യൻസ് കിട്ടാനുണ്ടെങ്കിൽ എഴുതിയ കുട്ടികളോട് ചോദിച്ചിട്ട് അത് ഫിനിഷ് ചെയ്യണം. ഓക്കെ. അതുപോലെ തന്നെ എല്ലാ പാഠഭാഗവും നന്നായി പഠിക്കണം കേട്ടോ. നിങ്ങൾക്ക് ഇപ്പൊ എക്സാം ആവും. അപ്പൊ നിങ്ങൾ എന്ത് ചെയ്യണം? എല്ലാ പാഠഭാഗങ്ങളും നല്ലതുപോലെ പഠിക്കണം. എക്സാം എന്താ? എക്സാം നിങ്ങൾക്ക് അറിയിപ്പ് തരൂ കേട്ടോ. നിങ്ങൾക്ക് ഇവരെ അറിയിക്കും. നിങ്ങൾക്ക് ഏതായാലും ടൈം ടേബിൾ ഒക്കെ സെൻഡ് ചെയ്ത് തരും. ഇതുവരെ ആവുന്നതേ ഉള്ളൂ കേട്ടോ. ഏകദേശം നിങ്ങൾക്ക് ഒരു ആദ്യമോ ഇങ്ങനെ ഉണ്ടാവുമായിരിക്കും കേട്ടോ. അപ്പൊ നിങ്ങൾ എന്ത് ചെയ്യണം? ഈ പാഠഭാഗം നല്ലപോലെ വായിക്കണം. എല്ലാവരും പാഠം മറന്നു. ലാസ്റ്റ് പാഠം ഇപ്പൊ ആരും നോക്കലില്ലാന്ന് തോന്നുന്നുണ്ട് അല്ലേ? ക്ലാസ് ഇല്ലാത്തതുകൊണ്ട് എല്ലാവർക്കും മടുത്തോ ക്ലാസ്? ഏപ്രിൽ അവസാനമായില്ലേ അല്ലേ? ഇങ്ങനെ പഠിച്ചോണ്ട് നിൽക്കുന്ന ടീച്ചറെ എന്നായി പറയുന്നല്ലേ? എന്ത് സ്കൂൾ അതല്ലേ, സ്കൂളിൽ പറഞ്ഞാൽ വൃത്തി നല്ല കുട്ടികളായി പഠിച്ചുകൊണ്ടിരുന്നുള്ളൂ അല്ലേ? അപ്പൊ ഈ കൊറോണ സമ്മതിക്കുന്നില്ല. ഓക്കെ. അപ്പൊ നിങ്ങൾ എന്ത് ചെയ്യാ? എല്ലാവരും നല്ലതുപോലെ വായിക്കണേ. അതുപോലെ എല്ലാ ക്വസ്റ്റ്യൻ ആൻസറും ഒക്കെ പഠിക്കണം കേട്ടോ. പ്രാവശ്യം നിങ്ങൾക്ക് എഴുത്ത് പരീക്ഷ ഉണ്ടാവും. ഇപ്പൊ സെമസ്റ്റർ എക്സാമിന് എഴുത്ത് തന്നെയാണ്, ഗൂഗിൾ ഫോമിലൊന്നല്ല. അതുകൊണ്ട് എല്ലാവരും ക്വസ്റ്റ്യൻ ആൻസറും അപ്പും ഒക്കെ പഠിക്കും. എക്സാം വരുമ്പോ ആദ്യ പാഠം തൊട്ടുണ്ടാവോ? ആദ്യ പാഠം തൊട്ടായിരിക്കില്ല, ആ ഹാഫ് മുതൽ ഇങ്ങോട്ട്. നമുക്ക് ആദ്യത്തെ സെമസ്റ്റർ എക്സാമിന് ഉള്ളത് വരെ അത് ഉണ്ടാവില്ല. അതിനുശേഷം എടുത്ത ഭാഗങ്ങൾ ഉണ്ടാവും. അതായത് ആദ്യത്തെ സെമസ്റ്റർ എക്സാം കഴിഞ്ഞുള്ളതെല്ലാം ഉണ്ടാവും. മിസ് അപ്പം 2 സെമസ്റ്റർ ഒരുമിച്ചുള്ള പരീക്ഷ എപ്പാണ്? 2 സെമസ്റ്റർ ഒരുമിച്ച് പരീക്ഷ ഉണ്ടാവില്ല. ആദ്യത്തെ എക്സാമിന് ഒരു സെമസ്റ്റർ എക്സാം കഴിഞ്ഞില്ലേ നിങ്ങൾക്ക്? അടുത്ത സെമസ്റ്റർ എക്സാം ആണ് ഇനി വരുന്നത്. ഓക്കെ. അപ്പൊ എല്ലാവരും പഠിക്കണേ. ഓക്കെ. ബൈ. ബൈ. See you. Okay. Bye, Miss. Bye. Bye, Miss. Bye. Bye. Bye.